ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഭക്ഷണത്തിലെ എണ്ണ ഉപയോഗം 10% കുറയ്ക്കണമെന്നും വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്നും ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ ഉടൻ നിയന്ത്രണ വിധേയമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കനത്ത ഇടിവിൽ രാജ്യത്തെ ഓഹരി വിപണികൾ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പോർച്ചുഗൽ സ്ലൊവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ലിസ്ബണിൽ ഇന്ന് പുലർച്ചെത്തിയ രാഷ്ട്രപതി പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ റെബെല്ലോ ഡിസൂസയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ പോർച്ചുഗൽ നയതന്ത്ര ബന്ധം 50 വർഷം പിന്നിടുന്ന വേളയിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മൊണ്ടിനെഗ്രോ, പാർലമെന്റ് സ്പീക്കർ എന്നിവരുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. ലിസ്ബൺ മേയറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആദരിക്കൽ ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുക്കും. പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹവുമായും വിവിധ സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരുമായും രാഷ്ട്രപതി സംവദിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാളാണ് ശ്രീമതി മുർമു സ്ലൊവാക്യയിലേക്ക് തിരിക്കുക. ഭക്ഷണത്തിലെ എണ്ണ ഉപയോഗം 10% കുറയ്ക്കണമെന്നും വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ജീവിതശൈലി വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിലെ ഓരോ പൌരന്റെയും സംഭാവനയായിരിക്കുമെന്നും ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമാണ് അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹത്തിന്റെ അടിത്തറ. പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ സർക്കാർ തുടർന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. आज आधुनिक दुनिया की जो लाइफस्टाइल है, जो नई नई बीमारियां हम देख रहे हैं, इसलिए आज निरोगी रहना जीवन की सफर का एक महत्वपूर्ण हिस्सा हो सकता है. हम भारतीय वसुधैव कुटुंबकम और सर्वे सन्तु निरामय इस भावना से जीने वाले लोग हैं. पूरी दुनिया एक ही परिवार है और ये पूरा परिवार हमेशा निरोगी रहे, ये हमारा दर्शन रहा. 2050 രാജ്യത്തെ 44 കോടിയോളം ജനങ്ങൾ അമിതഭാരം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതായി പഠന റിപ്പോർട്ടുകളുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ജമ്മുകാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ ഉടൻ നിയന്ത്രണ വിധേയമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി സന്ദർഭോചിതമായി തിരികെ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിനിടെ ത്രികുട നഗറിൽ BJP MLAമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി 2 ഉന്നതതല യോഗങ്ങൾ ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ നാളെ ചേരും. അമർനാഥ് തീർത്ഥാടനത്തിന്റെ തയ്യാറെടുപ്പുകളും അദ്ദേഹം വിലയിരുത്തും. ജമ്മുകാശ്മീരിൽ വിവിധ വികസന പദ്ധതികൾക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടക്കം കുറിക്കും. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ അവലോകന യോഗത്തിന് മുംബൈയിൽ തുടക്കം. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ യോഗം കൈക്കൊള്ളും. 2025-26 സാമ്പത്തിക വർഷത്തെ ആദ്യ ധനനയ യോഗമാണിത്. വഖഫ് ഭേദഗതി നിയമം സംബന്ധിച്ച ഹർജികൾ ഉടൻ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമത്തിന്റെ ഭരണഘടനാ സാധുത പരിശോധിക്കണമെന്നും ഹർജികളിൽ ഉടൻ വാദം കേൾക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉച്ചതിരിഞ്ഞ് തീരുമാനം അറിയിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം ഇതുവരെ 52 കോടിയിലധികം വായ്പകൾ അനുവദിച്ചതായി കേന്ദ്ര സർക്കാർ. 32 ലക്ഷം കോടിയിലേറെ രൂപയാണ് ഇതിലൂടെ നൽകിയത്. സംരംഭങ്ങൾക്കായി 10 ലക്ഷം രൂപ വരെ ഈടില്ലാത്ത വായ്പ അനുവദിക്കുന്നതിന് 2015 കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും ലിംഗനീതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുദ്ര വായ്പകളുടെ 70% വനിതാ സംരംഭകർക്കാണ് അനുവദിച്ചിരിക്കുന്നത്. SC/ST, OBC വിഭാഗങ്ങൾക്കാണ് വായ്പയുടെ 50% അനുവദിച്ചിരിക്കുന്നതെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കമ്മീഷന് തൽക്കാലം പ്രവർത്തനം തുടരാമെന്ന് കോടതി വ്യക്തമാക്കി.
സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ജുഡീഷ്യൽ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കോടതിയുടെ അനുമതിയില്ലാതെ നടപടി എടുക്കരുതെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. അപ്പീൽ വേനൽ അവധിക്ക് ശേഷം ജൂൺ 16 വീണ്ടും പരിഗണിക്കും. മുനമ്പം വിഷയത്തിലെ ഹൈക്കോടതി വിധി ആശ്വാസകരമാണെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും മുനമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്നതാണ് സർക്കാർ നിലപാടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിൽ വച്ചത്. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാകും. എന്തായാലും ജൂണോടുകൂടിയായിരിക്കും അപ്പീലിലെ വിധി ഫൈനൽ വെർഡിക്റ്റ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട്. കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 2 ഹരിത ടഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് പങ്കെടുക്കും. കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സക്ഷൻ ഹോപ്പർ ഡ്രഡ്ജറിന്റെ നിർമ്മാണ പുരോഗതിയും മന്ത്രി വിലയിരുത്തും. കൂടാതെ ടെറാമാരിസ്, മിയാവാക്കി വാക്വേകളുടെ സമർപ്പണവും അദ്ദേഹം നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. വൈകുന്നേരം 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. സംസ്ഥാന സർക്കാരും സമരക്കാരും തമ്മിൽ മുൻപ് 3 തവണ ചർച്ച നടന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിരുന്നില്ല. തമിഴ്നാട് മന്ത്രി കെ എൻ നെഹ്റുവിന്റെ വസതിയിൽ ED റെയ്ഡ്. ചെന്നൈ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലായി മന്ത്രിയുടെ അടുത്ത ബന്ധുക്കളുടെ വസതിയിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. നവീകരിച്ച മൈക്രോ ഡാറ്റ പോർട്ടലിന് തുടക്കം കുറിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഔദ്യോഗിക സ്ഥിതിവിവര സംവിധാനത്തിൽ സാങ്കേതിക വിദ്യകളുടെ സംയോജനം മെച്ചപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ദേശീയ സാമ്പത്തിക സർവേകളിൽ നിന്ന് ലഭിക്കുന്ന വിപുലമായ സ്ഥിതിവിവര കണക്കുകൾ കേന്ദ്രീകൃതമായി ശേഖരിക്കുവാൻ പുതിയ പോർട്ടലിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ ചൈത്ര നവരാത്രിയോടനുബന്ധിച്ച് ദർശനം നടത്തിയത് 3.75 ലക്ഷം തീർത്ഥാടകർ. ഇതോടെ ഈ വർഷം ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 21.25 ലക്ഷമായി. മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ തീർത്ഥാടകർ ഇക്കൊല്ലം ദർശനത്തിനെത്തുമെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 3018 പോയിന്റ് നഷ്ടത്തിൽ 72,346-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 973 പോയിന്റ് ഇടിഞ്ഞ് 21,893-ലും വ്യാപാരം തുടരുന്നു. ആഗോള വിപണികളിലെ നഷ്ടമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലും പ്രതിഫലിച്ചത്. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞ് 66,280 രൂപയും ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 8,285 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. ബ്യൂണസ് അയേഴ്സിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ ഇന്ത്യയുടെ രുദ്രാക്ഷ് ബാലസാഹിബ് പാട്ടീലിന് സ്വർണം. ISSF ലോകകപ്പിൽ രുദ്രാക്ഷിന്റെ 2ാം സ്വർണമാണിത്. രോഹൻ ബൊപ്പണ്ണ, ബെൻ ഷെൽട്ടൺ ഇൻഡോ US സഖ്യം മോണ്ടെ കാർലോ ടെന്നീസ് മാസ്റ്റേഴ്സ് പുരുഷ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇറ്റാലിയൻ സഖ്യത്തെ ഇവർ നേരിടും. പുരുഷ ഡബിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ യൂക്കി ഭാംബ്രി, ഓസ്ട്രേലിയയുടെ അലക്സി പോപ്രിൻ സഖ്യം ഇന്ന് ഉച്ചകഴിഞ്ഞ് മത്സരത്തിനിറങ്ങും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ട്രംപ് അടുത്തിടെ ഇസ്രയേലിന് മേൽ ഏർപ്പെടുത്തിയ പുതിയ തീരുവകൾ, ഹമാസുമായുള്ള നിലവിലുള്ള ചർച്ചകൾ, ഇറാൻ ആണവ ഭീഷണി എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഭക്ഷണത്തിലെ എണ്ണ ഉപയോഗം 10% കുറയ്ക്കണമെന്നും വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്നും ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ ഉടൻ നിയന്ത്രണ വിധേയമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കനത്ത ഇടിവിൽ രാജ്യത്തെ ഓഹരി വിപണികൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.